ഈ ഭാഗം പാലപ്പള്ളി വഴി പോവാന്ന് വെച്ചാൽ അവിടെ ആന, ഈ വെള്ളിക്കുളങ്ങര കോടാലി ഭാഗത്ത് കൂടെ അവിടെ ആന. ഇവിടെ ഒരു തുരുത്തിൽ പെട്ട പോലെയാണ് ഇപ്പൊ. ഞാൻ ചിഹ്നം വിളിക്കണ ഒച്ച കേട്ടപ്പോ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ തിരിഞ്ഞു നോക്കിയ എന്റെ പുറകിൽ ആന വരുന്ന കണ്ടപ്പോ എനിക്ക് തലച്ചിട്ടിനെ മാറ്റി ഞാൻ വീണിട്ട് പിന്നെ അവിടെ നിന്ന് എനിക്കാൻ പറ്റിയില്ല. ഒറ്റ ഇതിന് ആന എൻ്റെ അടുത്തെത്തി. ഞാൻ ആനയുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്നു. ആന ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഒരൊറ്റ കൊതിപ്പിന് ഇങ്ങനെ കാലാഞ്ഞത് ഇങ്ങനെ നിൽക്കണ്. ഞാൻ ആനയുടെ തൊട്ടടുത്ത് തന്നെ വീണ് കിടക്കുന്നു. വെച്ചാൽ വീണ വശപ്പോഴേക്കും എൻ്റെ അടുത്ത് എത്തി ആന. ഒരേ കാലെടുത്ത് വെച്ചാൽ പിന്നെ ആന ചവിട്ടും. അങ്ങനെ ഞാൻ കിടക്കണം. അപ്പൊ ഞാൻ കിടന്നിട്ട് നോക്കിയപ്പോ എനിക്ക് എനിക്കാനും പറ്റണില്ല. അപ്പൊ നോക്കിയപ്പോ ആനയുടെ കണ്ണ് കാണാൻ, ചുമന്ന കണ്ണ് ഇങ്ങനെ കാണാം. ഇങ്ങനെ റബ്ബർ തോട്ടത്തിലും റോഡ് സൈഡിലൊക്കെ ഉണ്ട്, എല്ലാ സ്ഥലത്തും ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ചൊക്കന എന്ന് പറയുന്ന പ്രദേശത്താണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിരപ്പള്ളിയും മറ്റ് സമീപ പ്രദേശങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടു, അതിരൂക്ഷമായിരുന്നു. അവിടെ തന്നെ നമുക്ക് കിട്ടിയൊരു റെഫറൻസാണ് ചൊക്കന എന്ന് പറയുന്ന സ്ഥലം. ഈ ഒരു പ്രദേശം, ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ റബ്ബർ തോട്ടമാണ്. അപ്പോൾ ഇവിടുത്തെ പ്ലാന്റേഷൻ ജീവനക്കാരും മറ്റാളുകളൊക്കെ ജീവിക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഇവിടെയൊക്കെ നിരന്തരം കാട്ടാന ശല്യമുണ്ട് എന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഏതായാലും പലരും കാട്ടാനയുടെ മുമ്പിൽ നിന്നൊക്കെ ഭീകരമായ അല്ലെങ്കിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട സാഹചര്യം പോലും ഉണ്ട്. അപ്പോൾ ആ തൊഴിലാളികളെ ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. ഇന്ന് ഞാനിപ്പോൾ ഈ വരുന്നതിൻ്റെ ഇന്ന് വെളുപ്പിന്, അതായത് ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് 16-ാം തീയതിയാണ്. ഇന്ന് വെളുപ്പിന് ഈ ഒരു പ്രദേശത്ത് ഒരു വീടിൻ്റെ മുറ്റത്ത് കാട്ടാന ഉറപ്പിച്ച് നിന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അവരെയൊക്കെ നമ്മൾ കാണുന്നതായിരിക്കും. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം മുഴുവൻ റബ്ബർ തോട്ടങ്ങളാട്ടോ. ഇതുപോലെയുള്ള റബ്ബർ തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന ജീവനക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. നമുക്ക് ഏതായാലും അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഈ പ്ലാന്റേഷൻ പാടികളാണ് ഇതൊക്കെ. പാടികൾ എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ ജീവിക്കുന്ന, പ്ലാന്റേഷനിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ജീവിക്കുന്ന പ്രദേശങ്ങളെയാണ് പാടികൾ എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഇതേപോലെയുള്ള പാടികളൊക്കെ നമ്മൾ വയനാട്ടിലും അതുപോലെ തന്നെ ഗൂഡല്ലൂർ, നീലഗിരി ഡിസ്ട്രിക്റ്റിലെ പല പ്രദേശങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കോമൺ ആട്ടോ എല്ലായിടത്തും. ഇതേ രീതിയിലുള്ള വീടുകളൊക്കെ തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. ചേച്ചിയുടെ പേരെങ്ങനെയാ? ലാലി. ഇവിടെ എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നയാ? ഞാൻ 30 വർഷമായി. 30 വർഷമായിട്ട് ഈ പ്ലാന്റേഷനിൽ ജോലി ചെയ്യുന്ന. ശരിക്കും ഇവിടെ എന്താ ഈ റബ്ബർ വെട്ടാൻ പോകുന്ന? ടാപ്പിങ്ങിന് പോകുന്നത്. ഓ, അപ്പോൾ രാവിലെ എങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ? എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. എത്ര മണിയാകുമ്പോൾ നിങ്ങൾ ഇറങ്ങും? ഞങ്ങളൊരു 5:30 ഒക്കെ. 5:30 ആകുമ്പോൾ. അപ്പോൾ വെളിച്ചം ഉണ്ടാവില്ലല്ലോ? വെളിച്ചമല്ലേ ഞങ്ങൾ ഹെഡ്ലൈറ്റ് വെച്ചിട്ട്. ഇവിടെ ഭയങ്കര ആന ഭയങ്കര ശല്യം ആണല്ലേ? നിങ്ങൾ നേരെ മുന്നിൽ പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു? മുന്നിൽ പെടും. ഞങ്ങൾ ഓടി മാറും. നിങ്ങളെ നേരെയൊക്കെ വരുമോ? വരും. ഓഹോ, എന്തെങ്കിലും പരിക്ക് പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും പരിക്ക് പറ്റില്ല. ഞാൻ അന്നൊരു ദിവസം ഒരു 6:30 ആയപ്പോ സമയത്ത്, നേരം വെളുത്തു സമയത്ത് ടാപ്പിങ് കഴിഞ്ഞിട്ട് ടാപ്പ് ചെയ്തിന്റെ സമയത്ത് പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ താഴെക്കൂടെ ആന ഇറങ്ങി വരണത് കണ്ടു. ആന വരണണ്ടപ്പോ ഞാൻ ഓടി. എന്റെ മുകളിൽ വണ്ടി ഇരിക്കണ്ടായിരുന്നു. ചിലപ്പോ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. ഒരു കൊമ്പടിക്കണേ മാത്രമേ നമ്മള് സൗണ്ട് കേൾക്കുള്ളൂ. അപ്പൊ സൗണ്ട് ഒന്നും ഇല്ല. എന്റെ റോട്ടിൽ കൂടെ ഒരെണ്ണം ഉണ്ടായുള്ളൂ. അപ്പൊ ഞാൻ ഓടി. എന്റെ മുകളിൽ വണ്ടി ഇരിക്കണ്ടായിരുന്നു. അപ്പൊ ഞാനത് എടുക്കാനായിട്ട് വണ്ടിയുടെ അടുത്തെത്തിയ വണ്ടി എടുത്ത് പോവാലോ എന്ന് കരുതിയിട്ട് വണ്ടിയുടെ അടുത്തേക്ക് ഓടി. പക്ഷെ ആന എന്റെ പിന്നാലെ ഓടുന്നത് എനിക്കറിയില്ലായിരുന്നു. മനസ്സിലായില്ല. ഞാൻ ചിഹ്നം വിളിക്കണ ഒച്ച കേട്ടപ്പോ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ എന്റെ പുറകിൽ ആന വരുന്ന കണ്ടപ്പോ എനിക്ക് തലച്ചിട്ടിനെ മാറ്റി ഞാൻ വീണിട്ട് പിന്നെ അവിടെ നിന്ന് എനിക്കാൻ പറ്റിയില്ല. ഒറ്റ ഇതിന് ആന എൻ്റെ അടുത്തെത്തി. ഞാൻ ആനയുടെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്നു. ആന ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഒരൊറ്റ കൊതിപ്പിന് ഇങ്ങനെ കാലാഞ്ഞത് ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ആനയുടെ തൊട്ടടുത്ത് തന്നെ വീണ് കിടക്കുന്നു. വെച്ചാൽ വീണ വശപ്പോഴേക്കും എൻ്റെ അടുത്ത് എത്തി ആന. അപ്പൊ ഞാൻ ഇപ്പൊ വിചാരിച്ചു ഇനി എന്തായാലും കാലിന്റെ കാലെടുത്ത് വെച്ചാൽ പിന്നെ ആന ചവിട്ടും. അങ്ങനെ ഞാൻ കിടക്കണം. അപ്പൊ ഞാൻ കിടന്നിട്ട് നോക്കിയപ്പോ എനിക്ക് എനിക്കാനും പറ്റണില്ല. വെളുത്തുണി. അപ്പൊ എനിക്ക് എനിക്കാൻ പറ്റണില്ല. അപ്പൊ ആന അപ്പൊ നോക്കിയപ്പോ ആനയുടെ കണ്ണ് കാണാൻ, ചുമന്ന കണ്ണ് ഇങ്ങനെ കാണാം. ഇങ്ങനെ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കുന്ന കണ്ണ്. അപ്പൊ വിചാരിച്ചു എന്റെ ജീവിതം കഴിഞ്ഞു വിചാരിച്ചിട്ട് ഞാൻ എനിക്കൊരു മോളാണുള്ളത്. ഒരു മോളുള്ളൂ. അപ്പൊ അവൾക്ക് ഇനി ആരുമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അപ്പൊ മാതാവിനെ വിളിച്ച് ഞാൻ
എൻ്റെ മാതാവിൻ്റെ എൻ്റെ മോൾക്ക് ഇനി ആരുമില്ല. മാതാവെന്ന് പറഞ്ഞ് ഞാൻ ഉറക്കെ ഞാൻ കരഞ്ഞ വശം ആന കണ്ണടച്ചും കൊണ്ട് ഞാൻ ഇങ്ങനെ അലറി ഇങ്ങനെ വിളിക്കുക ചെയ്തത് മാതാവിനെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആന തിരിഞ്ഞിറങ്ങി പോണത് കാണണം. ഒന്നും ചെയ്തില്ല. ആന തിരിഞ്ഞിറങ്ങി താഴേക്ക് ഇറങ്ങി പോയി. അങ്ങനെ അതെല്ലാരും ഒരു അത്ഭുതം തന്നെയാണ്. മാതാവിന്റെ ഇങ്ങനെ ആന ഇങ്ങനെ ആഞ്ഞു നിൽക്കുമ്പോ ആനയുടെ ഇവിടെ ഞാൻ കിടക്കണ് വീടും. ആനനെ കണ്ട ബാക്കിൽ തിരിഞ്ഞേക്കുമ്പോ എന്റെ തൊട്ട പുറകിൽ ആന ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്ക് ഞാൻ താഴ്ത്തിക്ക് തന്നെ ഓടാന്നുള്ള ഇതിൽ ഞാൻ ഇറങ്ങി. പക്ഷെ എനിക്ക് തലച്ചിട്ടിന് മാറ്റി തോന്നി. അപ്പൊ അവിടെ തന്നെ ഞാൻ വീണപ്പോഴേക്ക് ഒരൊറ്റ കുതിപ്പിന് ആന എൻ്റെ അടുത്ത് എത്തി. ആന ഇനി പിന്നെ കാലെടുത്ത് വെച്ച് എൻ്റെ മേത്തി ചവിട്ടു. പക്ഷെ അവിടെ തന്നെ മാതാവ് രക്ഷിച്ചു. അപ്പൊ ഇതുപോലത്തെ ഒത്തിരി അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്ത് വിശ്വസിച്ചാ ഈ ജോലിക്ക് പോകുന്നത്? ജോലിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കണ്ടേ? പണ്ട് മുതലേ ചെയ്തോണ്ട് വേറൊരു ജോലി നമുക്ക് അറിയില്ല. അപ്പൊ ഇതൊരു ജോലി അറിയാം. ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു പോയതാ. സ്വാഭാവികമായിട്ടും ചേച്ചിക്ക് ജോലിയാണോ? ഈ ജോലി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇതേ അനുഭവം ഒത്തിരി പേർക്കുണ്ട്. ആന മിക്കവാറും ആൾക്കാർ ഓടിക്കാറുണ്ട്. പക്ഷെ എന്റെ എത്രയ്ക്ക് എങ്ങനെ ഓടിച്ചു വീണ് അങ്ങനത്തെ ഒരു എത്ര വർഷമായിട്ട് ഇങ്ങനെ ഈ ആന രൂക്ഷമാകാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ ഒരു 3-5 വർഷമായിട്ടാണ് ഇത്രയ്ക്ക് ഉണ്ടായി. ഓട്ടിന്റെ അന്നൊക്കെ ഇവിടെ ഒരു 40 എണ്ണോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ മസ്റ്ററുണ്ട് അവിടെ. 40 ഉണ്ടായെന്ന് പറഞ്ഞു. ഇന്ന് ഞങ്ങള് പോയെടുത്തുണ്ടായിരുന്നു ആന. ആനയും കുട്ടിയൊക്കെ. പിന്നെ വാച്ചർമാര് വന്ന് അങ്ങനെ വച്ചെടുത്ത് ഇങ്ങനെ ഓടിച്ചു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നപ്പോഴും പിന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവര് ഞങ്ങളുടെ ഇത് വെട്ടം കണ്ടപ്പോ പിന്നെ കയറി പോയി. ചിലവര് കയറി പോകും, പക്ഷെ ചിലവര് ആക്രമിക്കാൻ തിരിക്കും. പാലെടുത്ത് ഞങ്ങക്ക് 400 മരം. എത്ര തൊഴിലാളികളുണ്ടാവും മൊത്തം? ഇവിടെ ഇപ്പൊ കുറവാ. കറക്റ്റ് എനിക്ക് 100 പേരൊക്കെ 100 പേര് ഉണ്ടല്ലേ? ഭയങ്കര റിസ്കല്ലേ? പക്ഷെ നമുക്ക് ജീവിക്കാൻ വേറെ ഒരു വരുമാനം ഇല്ലാത്തതുകൊണ്ട് ഇതിനെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ചേച്ചിയുടെ പേര് വിട്ടേ? എൻ്റെ പേര് ലാലി. അപ്പം ഞാനിപ്പോൾ ആ കാണിച്ച പാടിയിലാണുള്ളത്. ഞാനിവിടെ വന്നപ്പോൾ ചേച്ചിയെ കണ്ടാണ്. പക്ഷേ ചേച്ചിക്ക് മുഖം കാണിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ കേട്ടത് ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു ചേച്ചിയുടെ അനുഭവമാണ് കേട്ടോ. വളരെ ഭീകരമായ അവസ്ഥ തന്നെയാണ്. ആ ചേച്ചി പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ ആ ചേച്ചിയെ കണ്ടു. അപ്പോൾ ചേച്ചി ഒട്ടും തയ്യാറായില്ല. മുഖം കാണിച്ച് സംസാരിക്കാനായിട്ട് മടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മുഖം കാണിക്കണ്ട ചേച്ചി, ആ കാര്യം ഒന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ആ ചേച്ചി സംസാരിച്ച കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ പേടിയാകും കേട്ടോ. വളരെ ഭീകരമായ ഒരവസ്ഥ തന്നെ. എന്തായാലും തലനാരിലേക്കാണ് ആ ചേച്ചി രക്ഷപ്പെട്ടത്. കുറച്ച് മാസങ്ങളായി. പക്ഷേ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഇവിടെ പല ആളുകൾക്കും ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മളെല്ലാവരെയും കാണുക എന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് വലിയ ഒരു ഏരിയ ആണ്. ഇവിടെ വന്നപ്പോൾ ഒരു പാടി കണ്ടപ്പോൾ നമ്മളവിടെ കയറിയെന്ന് മാത്രം. ഏതായാലും മറ്റ് ആളുകളുമുണ്ട്, അങ്ങോട്ടും നമ്മൾ പോവുകയാണ് കേട്ടോ. അതും കൂടെ നമ്മൾ ഈ എപ്പിസോഡിൽ തന്നെ കാണുന്നതായിരിക്കും. ഈ കാണുന്ന പ്ലാന്റേഷൻ്റെ തൊട്ട് സൈഡിൽ ചേർന്ന് വീടുകളും കാര്യങ്ങളുണ്ട്. ഈ വീടിൻ്റെ മുൻവശത്ത് കഴിഞ്ഞ രാത്രി ആന കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഏതായാലും ആ വീടിൻ്റെ മുൻവശത്താണുള്ളത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് അബ്ദുൾ സമദ്. ഈ സ്ഥലം ചൊക്കന. ഇവിടെ ഇങ്ങനെ സ്ഥിരം കാട്ടാനയുടെ ശല്യം, മറ്റ് വന്യമൃഗങ്ങളെ ശല്യം, ഒരു കൃഷി മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. മൊത്തത്തിൽ ഇവിടുന്ന് ഇട്ടുപോകേണ്ട ഒരവസ്ഥയൊക്കെയാണ് പോകുന്നത്. ഇന്നലെ ഇപ്പോൾ രാത്രി ഇവിടെ വന്നു. ഈ വീടിൻ്റെ മുറ്റത്ത് വന്നു. രാത്രി ഒരു 11 മണിയോടുകൂടി. നിങ്ങൾ രാത്രി അറിഞ്ഞായിരുന്നോ? രാത്രി ഫാനിൻ്റെ സൗണ്ട് കാരണം ഒന്നും അറിയാൻ പറ്റില്ല. തൊട്ടയലക്കത്തെ വീട്ടുകാർ വിളിച്ചു പറഞ്ഞുമ്പോഴാണ് അറിയണത്. ജോലി കഴിഞ്ഞ് വന്ന ക്ഷീണത്തിൽ കിടന്നുറങ്ങണ ആ സമയത്താണ് വന്നത്. ഒരു 11 മണിക്ക് എനിക്ക് നോക്കുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് ആന. എന്നിട്ട് എന്താ നിങ്ങൾ തന്നെ ഓടിച്ചു വിടുവാണോ? ഓടിച്ച് പുറത്തിറങ്ങുമ്പോൾ ആന പോയൊന്നുമില്ല. എന്നിട്ട് ചുമരമ്മ അടിച്ച് പച്ചയും പാളും ഉണ്ടാക്കിയപ്പോൾ ഇറങ്ങി ഇങ്ങോട്ട് പോയി, തോട്ടത്തിൽ പോയി. ആരിസന്റെ എസ്റ്റേറ്റ് ആണ്. അവിടെയൊക്കെ പോയി റബ്ബർ മരങ്ങളൊക്കെ കുത്തിമറിച്ച് അവിടെയൊക്കെ എസ്റ്റേറ്റ് മൊത്തത്തിൽ മരമൊക്കെ മുറിച്ച് കളഞ്ഞ് ചവിട്ടി ഒടിച്ച് കളഞ്ഞ് അങ്ങനെ അവസ്ഥ.
ഇവിടെ നിങ്ങൾ ഈ ഇവിടെ ജീവിക്കുന്ന ഒത്തിരി വീട്ടുകാരുണ്ടോ ഇവിടെ? ആ, ഒത്തിരി വീട്ടുകാർ 150 ഈ 200 വീട്ടുകാരുണ്ടായിരുന്നു. ഒക്കെ ഈ മൃഗങ്ങളെ ശല്യം കാരണം ഒക്കെ ഇവിടെ നിട്ടുകൊണ്ട് പോയി. ഒക്കെ പോയി. എല്ലാവരും ആ കുന്നും പ്രദേശത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ആ പ്രദേശത്ത് നിന്നൊക്കെ ആൾക്കാർ ഒഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഈ താഴ്വശത്ത് കുറച്ച് സ്ഥലത്തേ ഉള്ളൂ ഇവിടെ മൃഗങ്ങളെ ശല്യം. ആന എന്നല്ല, പുലി, ആന, മലണ്ണാൻ, എല്ലാ മൃഗങ്ങളും. നാളികേരം ഒന്നും കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ ഒരു സാധനം കൃഷി ചെയ്യാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ. ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അധികാരികളെ മുന്നിലൊക്കെ പല പ്രാവശ്യം നമ്മൾ ബന്ധപ്പെട്ടെങ്കിലും അതുകൊണ്ടൊന്നും ഒരു ഫലം കണ്ടില്ല. കുറേ മറ്റേ എർത്തിന് കുറേ കമ്പിയൊക്കെ ഇട്ടു. അത് വർഷാവർഷം അതിന് മെയിൻ്റെനൻസും ചെയ്യാണ്ട് അതൊക്കെ നശിച്ചു പോയി. അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇവിടെ എങ്ങോട്ട് പോകണമെങ്കിലും നിങ്ങൾ ഈ റബ്ബർ തോട്ടത്തിൽ കൂടെ തന്നെ പോകണല്ലേ? അതന്നെ. ആനകൾ മൊത്തം ഈ റബ്ബർ തോട്ടത്തിലാന്ന് തോന്നുന്നു. റബ്ബർ തോട്ടത്തിലും റോഡ് സൈഡിലൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തും ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പകലും കാണൂല? പകലും ഒക്കെ ആന തന്നെ, എല്ലാ സ്ഥലത്തും തന്നെ. ഇത് കണ്ടവാനുണ്ടോ? എൻ്റെ 30-40 ആനയാണ് ഇത്രയുണ്ടല്ലേ? ഈ ഭാഗം പാലപ്പള്ളി വഴി പോകാന്ന് വെച്ചാൽ അവിടെ ആന. ഈ വെള്ളിക്കുളങ്ങര കോടാലി ഭാഗത്ത് കൂടെ അവിടെ ആന. ഇവിടെ ഒരു തുരുത്തിൽ പെട്ട പോലെയാണ് ഇപ്പൊ. നിങ്ങളൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ താമസം? ഞങ്ങളൊരു എൻ്റെ ഉപ്പൊക്കെ ഒരു 1960-ലൊക്കെ വന്ന് 65-ലൊക്കെ വന്ന് ഇവിടെ താമസാക്കിയാണ് മലപ്പുറം ഭാഗത്ത് നിന്ന്. അന്നൊന്നും ഈ പ്രശ്നമില്ല? അന്നൊന്നും. ഇപ്പൊ ഇത് വന്നിട്ട് ഒരു 10-15 കൊല്ലമായിട്ടുള്ളൂ. ഇവിടെ ഒരു സ്ത്രീ മരണപ്പെട്ടു. അതെത്ര നാൾ? അതിപ്പോ ഒരു 5 കൊല്ലം 6 കൊല്ലം ആയിട്ടുള്ളൂ. പ്രതിപക്ഷ നേതാവൊക്കെ വന്ന് സംഭവമൊക്കെ കണ്ടുപോയതാണ്. അതുകൊണ്ടൊന്നും ഒരു മേൽ നടപടിയും സ്വീകരിച്ചിട്ടില്ല ആരും. ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നും ഇല്ല. ഞങ്ങൾ സമരം ചെയ്തു. റേഞ്ച് ഓഫീസിന്റെ മുന്നിൽ പോയി ഈ ഇവിടെയുള്ള ജനങ്ങളൊക്കെ കൂടെ പോയി സമരം ഒക്കെ നടത്തി. അതുകൊണ്ടൊന്നും ഒരു ഇതും കണ്ടില്ല. ഈ അടുത്ത് ഇലക്ഷന്റെ സമയത്തും ഇതുപോലെ ആന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. ഇലക്ഷന്റെ സമയത്ത് വന്ന സാറന്മാരെ മുന്നിലൊക്കെ ആന വന്ന് അവിടെ ഗ്രൗണ്ട് കണ്ടില്ലേ? ഗ്രൗണ്ടിലൊക്കെ ആന ഉണ്ടായിരുന്നു. ബൂത്ത് അവിടെയായിരുന്നു. ബൂത്ത് അവിടെയായിരുന്നു. അവിടെ ആന ഉണ്ടായിരുന്നു. അവിടെയും ഒരു കൂട്ട ആനയായിരുന്നു. അവർക്ക് സെക്യൂരിറ്റി ആയിരുന്നു അന്ന്, ഫോറസ്റ്റും ഒക്കെ അധികാരികള്. എങ്ങനെ കേട്ടായിരുന്നു? അതിവിടെയല്ലേ? അതിവിടെ തന്നെ, ഇവിടെ തൊട്ടടുത്ത്. അതിന് വലിയ ബുദ്ധിമുട്ടല്ലേ? ജീവിക്കാൻ ബുദ്ധിമുട്ടാ ഇവിടെ, ഭയങ്കര ബുദ്ധിമുട്ടാ. എന്നാലും ആനയുടെ മുമ്പിൽ പെട്ട് ഓടിക്കുന്ന അവസ്ഥ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടുന്ന് പുറത്ത് പിന്നെ ടാപ്പിങ്ങിന് പോകാറുണ്ട് ചട്ടിക്കുളം ഭാഗത്തേക്ക്. അങ്ങനെ പോകുമ്പോ വെളുപ്പിന് 4 മണിക്ക് റോട്ടില് ആനനെ കണ്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോന്നു. പലപ്പോഴും ഇപ്പൊ ഉച്ച കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴും തിരിച്ചു വരുമ്പോ 8 മണി 9 മണിയൊക്കെ ആവും ജോലി കഴിഞ്ഞ് വരുമ്പോ. അപ്പോഴും റോട്ടിൽ ആന. ഏത് സമയവും മരണം മുന്നേ കണ്ടുകൊണ്ടുള്ള ജീവിതമാണ്. ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ്റെ വീടിൻ്റെ മുൻവശത്തായിരുന്നു ഇന്നലെ രാത്രി ആന നിന്ന് കേട്ടോ. നമ്മളതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട വീടിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള പ്രദേശമാണിത്. ഈ ഒരു പറമ്പിൽ ഇതിലൂടെയാണ് ആന കയറി ഇതിലൊക്കെ വരുന്നത്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇതിൽ നിറയെ ആനയാണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ അവിടെ റബ്ബറും കാര്യങ്ങളൊക്കെ പൊടിച്ചിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാണുന്നതൊക്കെ വീടുകളാണ്. ഇത് അച്ചമ്മലിൻ്റെ പ്ലാന്റേഷനാണ്. ആ വീടിൻ്റെ മുറ്റത്താണ് ആന വന്നത്. നമുക്കിവിടെ കാണാം. ഇത് കഴിഞ്ഞ രാത്രി കാട്ടാന മറിച്ചിട്ട റബ്ബറാണ് കേട്ടോ. ഒടിച്ചിട്ടിട്ടേ ഉള്ളൂ. ഇത് എന്തിനാണ് ഒടിച്ചതെന്ന് ചോദിച്ചാൽ അത് ആനയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഇതുപോലെ ഒത്തിരി കാഴ്ചകൾ ഈ പറമ്പിൽ കൂടെയൊക്കെ പണിയെടുക്കുന്ന ആളുകൾ നിരന്തരം കാണുന്നതാണ്. അപ്പോൾ ഇത് ഏറ്റവും പുതിയതായിട്ട് നടന്നൊരു സംഭവം ആയതുകൊണ്ട് ആ ചേട്ടൻ എന്നോട് എടുത്തോളാൻ പറഞ്ഞതാണ്. ഇതുപോലെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ജീവിക്കുന്നത്.
ഈ കാണുന്ന റബ്ബർ ടാപ്പിംഗ് ചെയ്ത് റബ്ബർ പാലുമായിട്ട് പോകുന്ന ചേച്ചിമാരാണ്. ഇവരൊക്കെ ഇതേ പ്രദേശത്തോടെ തൊട്ടപ്പുറത്തൊക്കെ ആന നിൽപ്പുണ്ടായിരുന്നു. ആ പ്രദേശത്തോടെയൊക്കെ തന്നെയാണ് ഇവരെല്ലാവരും പോകുന്നത് കേട്ടോ. വല്ലപ്പോഴും ഒരു വണ്ടി അല്ലാതെ മറ്റൊന്നും ഈ വഴിക്ക് വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പോൾ നമ്മളേതായാലും ചൊക്കന എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നുള്ള കാഴ്ചകളാണ് കണ്ടത്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. വളരെ റിസ്ക് എടുത്ത് തന്നെയാണ് ഇവിടെയുള്ള തൊഴിലാളികൾ, പ്രത്യേകിച്ച് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ ഈ എസ്റ്റേറ്റിൽ കൂടെയൊക്കെ ജോലി ചെയ്യുന്നത്. പലപ്പോഴും അവർ തലനാരിഴയ്ക്കാണ് ആനയുടെ മുമ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായത്. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മളൊരു വീടിൻ്റെ മുമ്പ് വശത്ത് ആന വന്ന് നിൽക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ കാടിനോട് ചേർന്ന് കിടക്കുന്ന പല പ്രദേശങ്ങളുടെയും അവസ്ഥ ഇതൊക്കെയാണ്. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ എസ്റ്റേറ്റാണിത്. 10, 20, 30 ആനകളൊക്കെ ഒരേ സമയം ഈ പ്രദേശത്തോടൊക്കെ നടക്കാറുണ്ട്. നമ്മളിപ്പോൾ ഞാൻ ഈ വഴിയെ പാസ് ചെയ്യുമ്പോൾ കണ്ട കാട്ടാനയുടെ ദൃശ്യങ്ങളും നിങ്ങളിപ്പോൾ കണ്ടു. ഏതായാലും വലിയ ബുദ്ധിമുട്ടിൽ കൂടെ തന്നെയാണ് കർഷകരും അതുപോലെ തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളൊക്കെ കടന്നു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.